പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കറിലൂടെ ഇന്ത്യക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക്സ് ബാഡ്മിന്റൺ ഡബിൾസിൽ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ഇന്ത്യൻ ജോഡിയായി സ്വാതിക് ചിരാഗ് സഖ്യം മാറി. അതേസമയം ഷൂട്ടിംഗ്, എയർ റൈഫിൾ പുരുഷ വനിതാ ഫൈനലിലും അമ്പെയ്ത്തിലും തിരിച്ചടി നേരിട്ടു. ഹോക്കി ടീം അർജന്റീനയോട് സമനില വഴങ്ങിയതും നിരാശപ്പെടുത്തി. മനുവിലൂടെ മെഡൽ മോഹിച്ച് വീണ്ടും ഇന്ത്യ. 10 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത ഇനത്തിൽ വെങ്കലം നേടി പാരീസിൽ ഇന്ത്യൻ അക്കൗണ്ട് തുറന്ന മനു ഭാക്കർ മിക്സഡ് ടീം വിഭാഗത്തിലും മെഡൽ പ്രതീക്ഷയാവുന്നു. യോഗ്യതാ റൗണ്ടിൽ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് മനു ഭാക്കർ സർബ്ജോത് സിംഗ് സഖ്യം വെങ്കല മെഡൽ പോരാട്ടത്തിന് കളമൊരുക്കിയത്. ഈ ഇനത്തിൽ കൂടി പോഡിയത്തിലെത്താനായാൽ ഒളിമ്പിക്സ് ഷൂട്ടിംഗ് ചരിത്രത്തിൽ ഇന്ത്യക്കായി 2 മെഡൽ നേടുന്ന ആദ്യ താരമാകും മനു ഭാക്കർ. അതേസമയം എയർ റൈഫിൾ പുരുഷ വനിതാ വിഭാഗം ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾക്ക് കാലിടറി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ അർജുൻ ബാബുദ 4-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടപ്പോൾ രമിത ജിൻഡാലിന് നേടാനായത് 7-ാം സ്ഥാനം. ബാഡ്മിന്റൺ ഡബിൾസിൽ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ഇന്ത്യൻ ജോഡിയായി സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം മാറി. ഫ്രഞ്ച് ടീമിന്റെ പിന്മാറ്റമാണ് ഇന്ത്യൻ ജോഡിയുടെ മുന്നേറ്റം ഉറപ്പിച്ചത്. പുരുഷ സിംഗിൾസിൽ തുടർച്ചയായ 2-ാം മത്സരത്തിലും ലക്ഷ്യ സെൻ ജയം ആവർത്തിച്ചപ്പോൾ വനിതാ ഡബിൾസിൽ അശ്വിനി ടാനിഷ സഖ്യം തോറ്റു. അമ്പെയ്ത്ത് പുരുഷ ടീം വിഭാഗത്തിൽ ഇന്ത്യ ക്വാർട്ടറിൽ വീണു. റാങ്കിങ്ങിൽ പിന്നിലുള്ള തുർക്കിയോട് 6-2 ഇന്ത്യൻ സഖ്യത്തിന്റെ തോൽവി. ഹോക്കിയിൽ അർജന്റീനയോട് ഇന്ത്യ 1-1 സമനിലയും വഴങ്ങി. ഒളിമ്പിക്സ് ഡെസ്ക് 24.